ഗുഡ് ആഫ്റ്റർനൂൺ. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ വിജയകരമായ യാത്രയിലെ 32ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ വിജയകരമായ യാത്രയിലെ 32ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അറിവിന്റെയും പുതിയ ചിന്തകളുടെയും അതിരുകളില്ലാത്ത ലോകത്തേക്ക് നമ്മെ നയിക്കുന്ന ഈ വേദിയിൽ നാം പരിചയപ്പെടുന്ന ഓരോ വ്യക്തിത്വവും വ്യത്യസ്ത ജീവിത വീക്ഷണങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ജീവിതാനുഭവങ്ങളും വായനാനുഭവങ്ങളും പങ്കുവെക്കപ്പെടുമ്പോൾ നമ്മുടെ ആശയങ്ങൾക്ക് ചിറകുകൾ നൽകാൻ നാം ധൈര്യം കാണിക്കുന്നു. വാക്കുകളുടെയും അക്ഷരങ്ങളുടെയും മാന്ത്രിക ശക്തി നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും നമ്മുടെ ഭാവനയെ ഉണർത്തുകയും ചെയ്യട്ടെ. ഭാഷയുടെ മാധുര്യവും സാഹിത്യത്തിന്റെ സൗന്ദര്യവും പങ്കുവയ്ക്കപ്പെടുന്ന ഈ വേദിയിൽ സ്വാഗത പ്രസംഗത്തിനായി കോളേജ് പ്രിൻസിപ്പാളും പ്രോഗ്രാം ജനറൽ കൺവീനറുമായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കുന്നം മാവേലിക്കര സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് KFL എന്ന സാഹിത്യോത്സവത്തിന്റെ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഏറെ മനോഹരമായ ഒരു അധ്യായമാണ്. നമുക്കറിയാം അല്ലെ, നമ്മളെല്ലാവരും കാത്തിരുന്ന ഏറെ പ്രിയങ്കരിയായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ആണ് നമ്മളോടൊപ്പം ചേർത്തിരിക്കുന്നത്. സിവിൽ സർവീസും വായനയും എന്ന വിഷയത്തിലാണ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരെ എല്ലാം നമുക്ക് ഈ വേദിയിൽ ഒരുവിധം നമ്മൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 22-ാം തീയതി നമ്മൾ ഇതിന്റെ സമാപന സമ്മേളനം ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ ബിന്ദു അവരുകൾ നിർവഹിക്കുന്നതാണ്. അത് നമ്മുടെ കോളേജിൽ നേരിട്ട് വന്നിട്ടുള്ള ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമാണ്. നമുക്ക് നേരിട്ട് കൊണ്ടുവരാൻ സാധിക്കാത്തവരെ എല്ലാവരെയും ഈ ഓൺലൈൻ വേദിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വളരെ സന്തോഷം. എന്നെ തിരക്ക് പിടിച്ച എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ അതിഥിക്ക് ഒരു ആമുഖം ഈ ഗ്രൂപ്പിൽ മാത്രമല്ല, കേരളത്തിലല്ല, ഇന്ത്യ പോലും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ പേര് മാത്രം മതി, ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS. എല്ലാവർക്കും അറിയാം ബാക്കി എല്ലാ കാര്യങ്ങളും. വളരെ സ്നേഹം, എന്താ സർവകലാവല്ലഭ എന്ന് പറയുന്ന കൂട്ട് ഏത് കൈവച്ച മേഖലകളിലെല്ലാം വളരെ മിടുക്കിയായിട്ട്, ഈ കുട്ടികളുടെ മാത്രമല്ല ആരാധന, ഞങ്ങളെ പോലുള്ള മുതിർന്നവരും എല്ലാവരും റോൾ മോഡലായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും വളരെ സ്നേഹം നമ്മുടെ ഈ ചെറിയ ഒരു ഗ്രൂപ്പിൽ എത്തിച്ചേർന്നത്. എല്ലാവരും അധ്യാപക വിദ്യാർത്ഥികളാണ്. നമ്മൾ സാഹിത്യം എന്ന് പറഞ്ഞ് പല മേഖലകളിലുള്ള പ്രഗത്ഭരെല്ലാവരും കുറേ പേര് നമ്മളോട് സംസാരിച്ചിരുന്നു. അതിൽ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡാണ് ഇത്. വളരെ സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, ബഹുമാനത്തോടെ വിലപ്പെട്ട ഈ സമയം ഞങ്ങൾക്ക് തന്നതിൽ എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സ്വാഗതം. ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു. KFL സാഹിത്യോത്സവം 51ന്റെ 32ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥി ഡോക്ടർ, എഡിറ്റർ, എഴുത്തുകാരി എന്നീ നിലകളിൽ പ്രശസ്തയായ ശ്രീമതി ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ആണ്. 2014 IASൽ ചേരുകയും തിരുവനന്തപുരം സബ് കളക്ടർ ആകുന്നതിന് മുൻപ് കോട്ടയത്ത് അസിസ്റ്റന്റ് കളക്ടറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. 2016 തിരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലുള്ള സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷന്റെ നോഡൽ ഓഫീസറായും കോട്ടയത്ത് അസിസ്റ്റന്റ് കളക്ടറായും സേവനമനുഷ്ഠിച്ചു. വോട്ടർമാരുടെ എണ്ണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിനായി എൻ്റെ വോട്ട് എൻ്റെ ഭാവി എന്ന മുദ്രാവാക്യവുമായി ഒരു വോട്ടർ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി. 2016 വോട്ടവകാശത്തെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും വോട്ടിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വിരൽത്തുമ്പിൽ നമ്മുടെ ഭാവി എന്ന ഗാനം എഴുതി ആലപിച്ചു. ഇത് ജില്ലാ കളക്ടർ വാർത്താസമ്മേളനത്തിൽ പുറത്തിറക്കി. 2018 തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ആവുകയും പിന്നീട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. COVID-19 പാൻഡമിക് സമയത്ത്
#ബ്രേക്ക് ദ ചെയിൻ ബോധവൽക്കരണ ക്യാമ്പയിനിലെ പ്രധാന പങ്കുകാരണം 2020 കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 50 വ്യക്തികളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 ജൂലൈ 12 പത്തനംതിട്ടയുടെ 36ാമത് ജില്ലാ കളക്ടറായി ശ്രീമതി ഡോക്ടർ ദിവ്യ എസ് അയ്യറിനെ ഏറെ സ്നേഹപൂർവ്വം KFL വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞ വാക്കുകൾക്കും സ്ക്രീനിൽ കാണുന്ന ഇമോജികൾക്കും ഒക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. ചെറിയൊരു കൂട്ടായ്മയാണ് എന്ന് ആരംഭത്തിൽ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ വലിയ മനസ്സുകൾക്ക് ഉടമയാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓൺലൈനായിട്ട് പല യോഗങ്ങളും, ഗൗരവമേറിയ പല യോഗങ്ങളും, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമായി സംവദിക്കുവാനുള്ള യോഗങ്ങളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ഹാർട്ടുകൾ കിട്ടിയിട്ടുള്ള ഒരു യോഗം വേറെ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയത്തിൽ നിന്നും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഈ ഒരു സായാഹ്നം കൂടുതൽ സുന്ദരമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. സിവിൽ സർവീസും വായനയും എന്നുള്ളതാണ് എനിക്ക് നൽകിയിട്ടുള്ള ഒരു വിഷയം എന്നുള്ളത്. ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ അതിനുശേഷം ഒരു ചെറിയൊരു സംവാദത്തിനും കൂടെ സമയം ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് അറിയിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളുമായി കൂടുതൽ സംവദിക്കുവാനും ചോദ്യോത്തര വേളയിൽ പങ്കെടുക്കുവാനും ഒക്കെയാണ് എനിക്കും താല്പര്യം കൂടുതൽ. ഒരു പ്രഭാഷണം നൽകുക എന്നുള്ളത് സാധാരണഗതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെ എന്റെ മുഖം തന്നെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ വളരെ പ്രയാസമാണ്, സത്യം പറയാൻ. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആയിട്ടുള്ള യോഗങ്ങളിൽ, പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും ഇപ്പോ ആരെങ്കിലും വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. എന്റെ സ്ക്രീനിൽ വീഡിയോ ഒന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് സ്വന്തം മുഖം കണ്ടുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു വിചിത്രമായിട്ടുള്ള അനുഭവമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ഒരു പക്ഷെ പഴഞ്ചനായിട്ടുള്ള ചിന്താഗതി ആണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പുസ്തകങ്ങളായാലും കയ്യിലെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് എത്ര ശ്രമിച്ചാലും, രണ്ടുമൂന്ന് പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ എനിക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. പറഞ്ഞതിന് ശേഷം സന്തോഷം. അപ്പൊ കൂടുതൽ പേരെ കാണാൻ സാധിക്കും എന്ന് വിചാരിക്കട്ടെ. പുസ്തകങ്ങളായാലും കയ്യിലെടുത്ത് വായിക്കുന്നതിന്റെ ഒരു അനുഭൂതി ഒരിക്കലും എത്ര വില കൊടുത്ത് വാങ്ങിയ സ്ക്രീനുകൾ, ഐഫോൺ ആയാലും കിൻഡിൽ ആയാലും മറ്റ് ഏതൊരു സ്ക്രീൻ ആയാലും അതിൽ ഇന്ന് വരെ എനിക്കും ലഭിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു മനുഷ്യൻ ഇത്രമാത്രം പുരോഗതി പ്രാപിച്ചാലും, സാങ്കേതിക വിദ്യ എത്രമാത്രം പുരോഗതി പ്രാപിച്ചാലും, എല്ലാം മനുഷ്യന്റെ ഹൃദയത്തിലും വികാരങ്ങളിലും അനുഭവങ്ങളിലും ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഓർമ്മകൾക്കാണ് എന്നും നമ്മൾ മൂല്യം കൽപ്പിക്കുന്നത്. ആ ഒരു അടിസ്ഥാന സ്വഭാവം എന്നുള്ളത് മനുഷ്യരാശി ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഉണ്ടാകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. നിങ്ങളുടെ ഈ ഒരു സംരംഭത്തിന് വളരെ രസകരമായിട്ടുള്ള ഒരു പേര് കൂടിയാണ് തലക്കെട്ടായി വെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ സാധിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ അക്ഷരത്തെ കുറിച്ചുള്ള ഒരു ഈരടിയാണ്. നിങ്ങളും അത് കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 56 അക്ഷരമല്ല, 51 അക്ഷരവുമല്ല മലയാളം, മലയാളം എന്ന 4 അക്ഷരവുമല്ല. ഏതാണ് 56 ആണോ 51 ആണോ എന്നുള്ളൊരു വാദപ്രതിവാദം നടക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും ചില ഘട്ടങ്ങളിൽ ചില കോണുകളിൽ അത് നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും അറിയാമെന്ന് കരുതുന്നു. അപ്പോ 56 അക്ഷരമല്ല, 51 അക്ഷരവുമല്ല എന്റെ മലയാളം, മലയാളം എന്ന 4 അക്ഷരവുമല്ല. അപ്പൊ പിന്നെ മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട്, അല്ലെങ്കിൽ മലയാളം എന്താണ് എന്നുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം തന്നെ അവിടെ ഉത്തരവും പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അമ്മ എന്ന ഒറ്റക്ഷരമാണ്, മണ്ണ് എന്ന ഒരൊറ്റക്ഷരമാണ് എന്റെ മലയാളം എന്ന്. അമ്മ എന്ന വാക്കിലും മണ്ണ് എന്ന വാക്കിലും യഥാർത്ഥത്തിൽ മലയാളത്തിന്റെ അന്തസത്ത അല്ലെങ്കിൽ മലയാളത്തിന്റെ പൊരുൾ അടങ്ങിയിട്ടുണ്ട് എന്നത് വളരെ മനോഹരമായും വളരെ രസകരമായും മാഷ് ആ ഒരു ഈരടിയിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അധ്യയനം എന്നുള്ളത്
ഏറ്റവും ലളിതമായ രീതിയിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഇത്തരം ആശയങ്ങൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന വ്യക്തിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ്. നമ്മൾ അറിവിന്റെ നിറകുടമായി തുളുമ്പിയില്ലെങ്കിലും അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന വ്യക്തിയിലേക്ക് പൂർണ്ണമായും വിനിമയം ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അവിടെ അധ്യയനം നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുക. പൂർണ്ണമായും വിനിമയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, അത് ആ അർത്ഥത്തിൽ ആ തലത്തിൽ ആ ശ്രോതാവ് എടുക്കുകയും കൂടി വേണം, അതിനെ മനസ്സിലാക്കുകയും കൂടി വേണം. ഈ രണ്ട് പ്രക്രിയകളും ഒരുമിച്ച് നടക്കുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഒരു പക്ഷെ ഒരു വിദ്യാലയത്തിൽ അല്ലെങ്കിൽ ഒരു കലാലയത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വികസിപ്പിച്ചെടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടത്. അത് ഒരുപക്ഷെ ചുമരുകളും ബെഞ്ചുകളും ഡെസ്കുകളും മാത്രമല്ലായിരിക്കും. അതിലുപരിയായിട്ട് നമ്മളിപ്പോ സോഫ്റ്റ് പവർ എന്നുള്ള ഒരു പദം നമ്മൾ പലപ്പോഴും ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട്. ഓരോ രീതികളും ഓരോ വ്യക്തിയുടെ പെരുമാറ്റവും ഓരോ ശൈലികളും അച്ചടക്ക രീതികളും എല്ലാം അതിൽ ശരിക്കും അന്തർലീനമായി ഇരിക്കുന്ന ഒരിടമാണ്. ഇപ്പൊ വിദ്യാലയം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിദ്യാലയത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ കലാലയത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അധ്യയനം നൽകുന്ന ഏതൊരു സ്ഥാപനത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ അവിടുത്തെ വ്യക്തികളാണ് അതിന് ചുക്കാൻ പിടിക്കുന്നതും അവിടുത്തെ വ്യക്തികളാണ് അതിന് ജീവൻ നൽകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യവസ്ഥ അവിടെയുണ്ട്, ഒരു സ്ട്രക്ചർ എന്നുള്ളത് അവിടെയുണ്ട്, പക്ഷെ അതിന് ഉയിരേകുന്നത് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിൽ പങ്കുചേരുവാനും എൻ്റെ എളിയ ആശയങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ ആര് എന്ന ചോദ്യത്തിന് നിസ്സംശയം ഞാൻ ഉത്തരം പറയും, എൻ്റെ അധ്യാപകരാണ് എന്നത്. അത് എല്ലാ കാലഘട്ടത്തും അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ചെറുപ്പകാലം മുതൽ തന്നെ, അതായത് എൻ്റെ LKG മുതലുള്ള എൻ്റെ അധ്യാപകർ, അപ്പാ അമ്മയും പാട്ടിയും താത്തായും ഒക്കെ തീർച്ചയായിട്ടും ഗുരുക്കന്മാർ തന്നെയാണ്. ആദ്യം അവരിൽ നിന്നാണ് എല്ലാം പഠിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം LKG മുതൽ ഉള്ള എല്ലാ ക്ലാസ്സിലെ ടീച്ചർമാരെയും എനിക്ക് വ്യക്തമായിട്ട് എപ്പോഴും ഓർമ്മയുണ്ട്. ഓരോരുത്തരും ഏത് രീതിയിലാണ് എന്നെ സ്വാധീനിച്ചത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇപ്പൊ അക്കമിട്ട് എഴുതാനായിട്ട് പറ്റും. എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ അല്ലായിരിക്കും. പക്ഷെ എല്ലാ അധ്യാപകരിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാഠം നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാനാകും. അത് അധ്യാപകരിൽ നിന്നും മാത്രമല്ല, മറിച്ച് നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു പക്ഷെ ഉരുത്തിരിഞ്ഞു വന്നത്, അങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നത് എൻ്റെ മുന്നിൽ വന്ന് മിന്നിമാഞ്ഞ അധ്യാപകരുടെ പാഠവം കൊണ്ടാണ് എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മയിൽ അത് പങ്കുവെക്കുന്നത് പ്രസക്തമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ LKGയിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം, എന്റെ മകന്റെ പ്രായത്തിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് എനിക്കുണ്ടായിരുന്ന ഒരു ക്ലാസ് ടീച്ചറും ഒരു സിസ്റ്ററുമായിരുന്നു ഗവൺമെന്റ് സ്കൂളിൽ. അപ്പോ ആ ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ വളരെ മെലിഞ്ഞിട്ട് കുഞ്ഞായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അധികം അങ്ങനെ ചട്ടമ്പിത്തരമൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു. അപ്പൊ സ്കൂളിൽ പോയിട്ട് മുന്നിലത്തെ സീറ്റില് ഫ്രണ്ട് ബെഞ്ചില് ഇങ്ങേ അറ്റത്ത് നടുക്കോട്ടുള്ള അറ്റത്തായിരുന്നു എന്നെ ഇരുത്തിയത്. ഒരു ബെഞ്ചിൽ ഞങ്ങൾ 5 പേരാണ് ഇരിക്കുന്നത്. ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി എന്നിങ്ങനെ ഞങ്ങൾ ഇരുത്തിയേക്കുക. അപ്പൊ നടുക്കുണ്ടായിരുന്ന കുട്ടി, എന്റെ തൊട്ടടുത്തുള്ള കുട്ടിയല്ല, അതിന്റെ അപ്പുറമുള്ള കുട്ടി, അവള് കുറച്ചൊരു കുറുമ്പ് കാണിക്കുന്ന കൂട്ടത്തിലായിരുന്നു. എല്ലാവരും സുഹൃത്തുക്കളാണ് എങ്കിലും. അപ്പോ കുറച്ച് ഞങ്ങളോട് എന്തോ എഴുതാനോ വരയ്ക്കാനോ എന്തോ തന്നിട്ട് ടീച്ചർ മുന്നിലിരുന്ന് ഞങ്ങളുടെ നോട്ട്ബുക്ക് ഒക്കെ കറക്റ്റ് ചെയ്തു. ആ സമയത്ത് ഈ കുട്ടി അവളുടെ
ബാഗ് എടുത്തിട്ട്, അത്യാവശ്യം വലിയൊരു ബാഗ്, ആ ബാഗ് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ടങ്ങ് തള്ളാനായിട്ട് തുടങ്ങി. അതായത് ആ കുട്ടിയുടെ അടുത്ത് വേറൊരു ചെറിയ പയ്യനുണ്ട്, അവന്റെ അടുത്ത് ഞാനും ഇരിക്കുന്നത്. അപ്പൊ ഞാനാണ് ഈ അറ്റത്തിരിക്കുന്നത്. ഉള്ളിൽ നിന്ന് ബാഗ് കൊണ്ട് ഇങ്ങനെ തള്ളി 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 വന്നപ്പോ ഈ കുഞ്ഞു കുട്ടിയെ ഞാൻ ആ ബെഞ്ചിൽ നിന്നും ഇപ്പൊ താഴെ വീഴും എന്നുള്ള ഒരു ലെവലിലെത്തി. അതായത് എന്റെ ശരീരത്തിന്റെ ഒരു തരിമ്പ് മാത്രമാണ് ആ ബെഞ്ചിൽ ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ജീവന് വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കുന്ന പോലെ അവിടെ ഇങ്ങനെ പിടിച്ച് ഡെസ്കിൽ പിടിച്ച് തൂങ്ങി ഇരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. മനസ്സിന്റെ ഉള്ളിൽ കുറച്ച് പേടിയുണ്ട്. ഇനിയിപ്പോ വീഴും, കരയണോ, ബഹളം വെക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഏകദേശം ഒന്ന് നിറഞ്ഞു വന്നപ്പോഴത്തേക്കും ടീച്ചർ ഇത് കണ്ടു, മുന്നിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ടീച്ചർ കണ്ടിട്ട്, സാധാരണഗതിയിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആ ടീച്ചറിന്റെ സ്ഥാനത്ത് ആയിരുന്നെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ള ഒരു ചോദ്യം. ആർക്കെങ്കിലും ഉത്തരം പറയണം? ഞാൻ ഇത്രയും ആ ഒരു രംഗം വിവരിച്ചത് അതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അതൊന്ന് ഒന്ന് ഉൾക്കൊള്ളാനായിട്ട്. തൊട്ട് മുന്നിലിരിക്കുന്ന ടീച്ചർ അത് കാണുകയാണ്. എന്താണ് ആ ടീച്ചർ ചെയ്യുക എന്നുള്ളത്? അവരുടെ മൈക്ക് ഓഫ് ആണോ, മ്യൂട്ടാണോ? ആരും ഉത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരാളെ വേറൊരു ബെഞ്ചിലേക്ക് മാറ്റി, എന്തോ? വേറൊരു ബെഞ്ചിലേക്ക് മാറ്റി ഇരുത്താമല്ലോ ടീച്ചർ, അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ. അടുത്ത നല്ല പ്രതികരണമാണ് അനു. അതെ അതെ മാം. ജെറ്റ്ലി ആയിട്ട് ഓൺ ചെയ്തു. അല്ല, ആ കുട്ടിയെ ഒന്ന് വഴക്ക് പറയുമായിരിക്കും എന്ന്. ഓക്കെ ഓക്കെ, യെസ്. ഞാൻ സാധാരണഗതിയിൽ ചോദിക്കുമ്പോ ജെറ്റ്ലി പറഞ്ഞ ഉത്തരമാണ് കൂടുതൽ ആളുകൾ പറയുക. ഒരു സാധാരണ വ്യക്തിക്ക് ഒരു പക്ഷെ അതാണ് നമ്മൾ അവിടെ ശരിയായിട്ട് ചെയ്യേണ്ടുന്നത് എന്ന് നമ്മൾ കൽപ്പിക്കുന്ന ഒരു പ്രതികരണവും അത് തന്നെയായിരിക്കും. അന്ന് സംഭവിച്ചത്, ഞാൻ ഈ പറയുന്ന കാര്യം അന്ന് എന്റെ തലയിൽ കൂടെ പോയതല്ല. ഇന്ന് ഞാൻ അതിനെ പിന്നോട്ട് നോക്കി അതിനെ അപഗ്രഥനം ചെയ്യുമ്പോഴാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അന്ന് ടീച്ചർ ചെയ്തത്, ഞങ്ങളെ രണ്ടുപേരെ എഴുന്നേൽപ്പിച്ചു അവിടെ. നേരത്തെ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, രണ്ടുപേരെ എഴുന്നേൽപ്പിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ പേടിച്ചരണ്ട് ഇവിടെ ഇരിക്കുകയാണ്, എന്നെ എന്തിനാണ് എഴുന്നേൽപ്പിക്കുന്നത് എന്നുള്ളത് പോലെ എനിക്ക് കൂടുതൽ ടെൻഷനായി ആ സമയത്ത്. ഇപ്പൊ രണ്ടുപേരെ എഴുന്നേൽപ്പിച്ചിട്ട് ടീച്ചർ പറഞ്ഞു, ദിവ്യ നടുക്കോട്ട് പോയിരിക്കെ, ആ മോള് ഇങ്ങറ്റത്തേക്ക് വന്നിരിക്കാൻ പറഞ്ഞു. രണ്ടുപേരെയും പിരിച്ചതുമില്ല, ഒരാളെ വഴക്ക് പറഞ്ഞതുമില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ സ്ഥാനം മാറ്റി അവിടെ എങ്ങിയിരുത്തി. പ്രശ്നം പരിഹരിച്ച്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചെറിയ അനുഭവം പോലും, ഞാനെന്ന് പറയുന്ന ആ കുട്ടിയിൽ ഉണ്ടാക്കിയ സ്വാധീനം എന്താണെന്ന് ഇത്രയും വർഷം കഴിഞ്ഞ് ഞാനത് ഓർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രമാത്രം ശക്തമായിരുന്നു ആ ഒരു ഭയം എന്നുള്ളതോ, അത്രമാത്രം ശ്രേഷ്ഠമായിരുന്നു ആ അധ്യാപികയുടെ സ്വാധീനം എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ മാറ്റിയിരുത്തുന്നത് കൊണ്ട് ശരിക്കും രണ്ട് കാര്യങ്ങളാണ് അവിടെ ടീച്ചർ ചെയ്തത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമുക്ക് ആരെയും ഹിംസിക്കാതെ, ആർക്കും ഹാനികരമായിട്ടുള്ള ഒരു വാക്ക് പോലും പറയാതെ, ആരെയും വിഷമിപ്പിക്കാതെ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത്, ആരെയും ടാർഗറ്റ് ചെയ്യാതെ തന്നെ. രണ്ടാമത്തേത്, തിരിച്ച് എന്നെ നടുക്കുകൊണ്ട് ഇരുത്തിയപ്പോൾ എനിക്ക് ശരിക്കും ഒരു അവസരം ഉണ്ടായിരുന്നു. എന്താണ്, തിരിച്ച് അതുപോലെ തന്നെ അങ്ങോട്ട് ബാഗ് കൊണ്ട് മറ്റേ ആള് തള്ളി പുറത്താക്കാൻ, അല്ലെ? ആ വ്യക്തിയുടെ ഒരിടത്ത് എന്നെ കൊണ്ട് ഇരുത്തിയപ്പോ തിരിച്ച് അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു പക തീർക്കാമായിരുന്നു എന്നുള്ള ഒരു അവസരം കൂടി അവിടെ ഉണ്ട്. അപ്പൊ ഞാനത് ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസവും ഒരു കൂടി ടീച്ചർക്ക് ഉണ്ടായിരുന്നു എന്നിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് കുറച്ച് കൂടുതൽ എന്നെ സ്വാധീനിച്ച കാര്യം. തിരിച്ച് അതേ ഇടത്ത് എന്നെ കൊണ്ട് ഇരുത്തിയാൽ
ആ കുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും വരില്ല എന്നുള്ള ഒരു വിശ്വാസം എന്നിൽ ആ സമയത്ത് ഉണ്ടായി എന്നുള്ളത് ദാറ്റ് യുനോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിൽ അത് ഞാൻ അപ്പൊ അങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് തിരിച്ചറിഞ്ഞ സമയം മുതൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം എന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരികയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഇത്രയും അർത്ഥതലങ്ങൾ ഇങ്ങനെ നാല് കോർത്ത് വേർതിരിച്ചെടുക്കണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ഞാനിത് പറയാനുള്ള കാര്യം മറ്റൊന്നുമല്ല. നമ്മൾ ഒരു അധ്യാപികയായി അല്ലെങ്കിൽ അധ്യാപകനായി കുറച്ച് വ്യക്തികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എത്രമാത്രമാണ് അവരുടെ മനസ്സുകളെയും അവരുടെ ജീവിതത്തെയും അവരുടെ കാഴ്ചപ്പാടിനെയും ഒക്കെ നമ്മൾ സ്വാധീനിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും വച്ച് കാണരുത് എന്ന് പറയാനാണ് ഞാൻ ഈ അനുഭവം പങ്കിട്ടത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റ് ധാരാളം അവസരങ്ങൾ നമുക്ക് തൊഴിലിടങ്ങളിൽ ഉണ്ട്. ഒപ്പം ഏത് മേഖലയിലാണ് നമ്മൾ കാലെടുത്ത് വെക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ ഒരുപാട് ഐച്ഛികങ്ങൾ നമ്മുടെ മുന്നിൽ ഇന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലോകത്തിൽ നമുക്ക് ഈ പറഞ്ഞ കൃഷി മുതൽ ഫാഷൻ ഡിസൈനിങ് വരെയുള്ള ഒരു വളരെ വിപുലമായിട്ടുള്ള മേഖലയാണ്, ലോകമാണ് നമുക്കിന്ന് പ്രാപ്യമായിട്ടുള്ളത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അധ്യാപനം എന്നുള്ളത് ഏത് മേഖലയിലാണെങ്കിലും അധ്യാപനത്തിന്റെ പൊരുൾ എന്താണ് എന്നും അധ്യാപനം എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നും തിരിച്ചറിയേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആ അനുഭവം പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു വിഷയം കൂടി ഒന്ന് വിശദീകരിച്ചിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് ഒരു വാക്ക് സൂചിപ്പിച്ചായിരുന്നു, വിനിമയം പൂർണ്ണമാകുന്നത് എപ്പോഴാണ് എന്നത്, അല്ലെ? നമ്മൾ ഒരു വ്യക്തിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം നടത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് പൂർണ്ണമായും നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പക്ഷേ നമ്മുടെ സാധാരണഗതിയിലുള്ള നമ്മുടെ അധ്യയന പ്രക്രിയയിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാറില്ല എന്നാണ് എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ സിവിൽ സർവീസസ് എന്നുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ അറിവ്, നമ്മുടെ മനോഭാവം, ഒപ്പം നമുക്ക് ആശയവിനിമയം നടത്താനുള്ള നമ്മുടെ പാഠം, ഇതും കൂടി പരിശോധിക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ അതിൽ പൂർണ്ണമായിട്ടും വിനിമയം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് നമ്മള് ഇവിടെ നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ വായന എന്നുള്ളത് എത്രമാത്രം പ്രധാനമാണെന്ന് ഞാൻ എടുത്തു പറയേണ്ടുന്ന കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ എന്താണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് പലരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ കുഴയുന്ന ഒരു വിഷയമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു രീതി ഇല്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. പക്ഷെ വിനിമയത്തിന്റെ ആദ്യ പടവ് അല്ലെങ്കിൽ ആദ്യ പടി എന്നുള്ളത് വായന തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു സ്പെക്ട്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ generally it has got 3 components. First one being reading, second one is writing, third one is comprehension. അപ്പൊ ഇത് മൂന്നും നമ്മൾ നല്ല രീതിയിൽ സ്വായത്തമാക്കിയിരിക്കണം. പക്ഷെ വായിക്കുക എന്നുള്ളതിന്റെ ഒരേ ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരേ ഒരു ഘടകം മാത്രം വായനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. സിവിൽ സർവീസിന്റെ തയ്യാറെടുപ്പിൽ പ്രത്യേകിച്ച് കണ്ടിന്യൂസ് റീഡിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സാധാരണ ഇപ്പൊ പരീക്ഷയ്ക്ക് പലപ്പോഴും ചിലപ്പോൾ ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പോർഷൻസ് വെച്ചിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും, സിലബസ് വെച്ചിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ സാധാരണ സ്കൂളിലും കോളേജിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസം മാത്രം പഠിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നോട്ട്സ് മാത്രം പഠിക്കുന്നുണ്ടായിരിക്കും, റിവിഷൻ മാത്രം ചെയ്യുന്നുണ്ടായിരിക്കും, മറ്റാരെങ്കിലും എഴുതിയ നോട്ട് സെറോക്സ് എടുത്ത് പഠിക്കുന്നുണ്ടായിരിക്കും. ഇതെന്തായാലും കുഴപ്പമില്ല, സിവിൽ സർവീസിനായാലും ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതെന്തായാലും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം
പക്ഷെ നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കുക, നിർത്തിക്കളയരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ വായന തുടരുക. ഇനി ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നാലും വായന തുടരുക. സോ stay steadfast to the process of reading. That is what is crucial when you're preparing for an exam like civil services. നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കുക, വായന തുടരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ത് വായിക്കുന്നു, എവിടുന്ന് വായിക്കുന്നു, എങ്ങനെ വായിക്കുന്നു, എപ്പ വായിക്കുന്നു, ഇതെല്ലാം അനുബന്ധ ഘടകങ്ങളാണ്. പക്ഷെ ഇതിനൊന്നിനും ഒരൊറ്റ പരിഹാര മാർഗമോ അല്ലെങ്കിൽ ഒരൊറ്റ ശരിയായിട്ടുള്ള വഴിയോ ഇല്ല. പലരും പല പുസ്തകങ്ങളിൽ നിന്നാണ് വായിക്കുക, പല സ്രോതസ്സുകളിൽ നിന്നാണ് പഠിക്കുക, പല രീതികളിലാണ് പഠിക്കുക. ഇതൊക്കെ ഓരോ വ്യക്തിക്കും എന്താണോ അനുയോജ്യം ആ രീതിയിൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കും. ഞാൻ എന്റെ പുസ്തകത്തിൽ പാത്ത് ഫൈൻഡർ എന്നുള്ള പുസ്തകത്തിൽ സിവിൽ സർവീസിന്റെ സിലബസ് അപഗ്രഥനം ചെയ്ത് ഏത് തരത്തിലാണ്, ഏതൊക്കെ പുസ്തകങ്ങളാണ്, ഓരോ സിലബസ് അനുസരിച്ച് ഏതൊക്കെ പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു അറിവിന്റെ ഭണ്ഡാരം എന്താ പറയാ ഇങ്ങനെ കവർന്നെടുക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് ലിസ്റ്റൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു പോയിന്റർ അല്ലെങ്കിൽ ഒരു ദിശാസൂചിക എന്ന് മാത്രമേ ഞാൻ പറയൂ. കാരണം ഓരോ വ്യക്തിക്കും ഓരോ രീതിയുണ്ട് പഠിക്കുന്നതിന്റെയും വായിക്കുന്നതിന്റെയും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 രീതിയിലുള്ള വായനയുണ്ട് പൊതുവെ. ഒന്ന് വായിക്കാൻ മാത്രം വേണ്ടിയിട്ട് വായിക്കുക എന്നുള്ള ഒരു വായന. അതായത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് 2 പ്രക്രിയയായിട്ടാണ് കൊച്ചുനാളിലെ എനിക്ക് തോന്നിയത്. അപ്പൊ ചില കാര്യങ്ങൾ വായനയുടെ ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ട് വായിക്കുക എന്നുള്ളത്, അത്തരത്തിലുള്ള വായന കുറച്ചുകൂടെ വേഗത്തിൽ വായിക്കുവാനും കുറച്ചുകൂടി വികാരഭരിതയായി വായിക്കുവാനും എനിക്ക് സാധിക്കാറുണ്ട്. രണ്ടാമത്തെ വായന എന്നുള്ളത് പഠിക്കുവാനായിട്ട് വായിക്കുന്ന വായന. ആ വായന യഥാർത്ഥത്തിൽ കൊച്ചുനാൾ മുതൽ തന്നെ എനിക്ക് എപ്പോഴും അധ്യയനമായിട്ടാണ് ഞാനതിനെ അനുഭവിച്ചിട്ടുള്ളത്. കാരണം വീട്ടില് തിരിച്ചു പോയി കഴിഞ്ഞാല് എപ്പോഴും ഒരു ബ്ലാക്ക് ബോർഡും ചോക്കും ഉണ്ടായിരുന്നു. വളരെ ചെറിയ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ പഠിക്കുന്നത് ബ്ലാക്ക് ബോർഡും ചോക്കും വെച്ചിട്ടായിരുന്നു. അപ്പോ വീട്ടിൽ പോയി കഴിഞ്ഞാല് പഠിക്കണം എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ടീച്ചർ എങ്ങനെയാണോ എന്നെ പഠിപ്പിച്ചത് അതുപോലെ ഞാൻ എന്റെ മുറിയിൽ നിന്നുകൊണ്ട് എന്റെ ബോർഡിലും ചോക്കിലും വെച്ചിട്ട് ഞാൻ എന്റെ മുന്നിലിരിക്കുന്ന എന്റെ ഭാവനയിലെ വിദ്യാർത്ഥികളെ ഞാൻ പഠിപ്പിക്കുകയാണ് ചെയ്തിരിക്കുക. അപ്പോ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ വീട്ടിലെ അമ്മ ഇങ്ങനെ എപ്പോഴും പറയായിരുന്നു, ഈ വീട്ടിലെ ചെടികൾക്കും കൊടികൾക്കും കല്ലിനും മണ്ണിനും ഒക്കെ കൂടുതൽ ഫിസിക്സും ബയോളജിയും അറിയായിരിക്കും, നീ ഇങ്ങനെ പഠിപ്പിച്ചെന്നും പറഞ്ഞു. അങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ സച്ച് എ ക്രേസി ഗേൾ ആയിരിക്കും ആളുകൾ വിചാരിക്കുക. പക്ഷെ എനിക്ക് ദാറ്റ്സ് വാട്ട് ഹാസ് ടോട്ടലി വർക്ക്ഡ് ഔട്ട് ഫോർ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എനിക്ക് അധ്യാപകർ എന്ന് പറയുന്ന വ്യക്തികൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രമുഖരായിട്ടുള്ള, വളരെ പ്രധാനികളായിട്ടുള്ള വ്യക്തികളായിരുന്നു. അവരുടെ ശൈലി, അവർ സംസാരിക്കുന്ന രീതി, അവർ എഴുതുന്ന രീതി എനിക്ക് ഇപ്പോഴും ഞാൻ ഫയലിൽ എന്തെങ്കിലും എഴുതുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ എന്റെ 4ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറിനെ ഓർക്കാറുണ്ട്. ടീച്ചറിന്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്, ബോർഡിൽ വന്നിട്ട് എഴുതി വെക്കുന്ന ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തമായിട്ടും എനിക്ക് ആ സമയത്ത് ഭയങ്കര ആകർഷണം തോന്നിയ ഒരു കയ്യെഴുത്തായിരുന്നു ടീച്ചറിന്റെ. ആ 4ാം ക്ലാസ് മുതൽ ടീച്ചർ എഴുതുന്നത് പോലെ എഴുതാനായിട്ട് ഞാൻ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അറിഞ്ഞും അറിയാതെ ഇപ്പോഴും എഴുതുമ്പോ അതുപോലെ എഴുതണമെന്ന് മനസ്സിൽ തോന്നാറുണ്ട്. അത്രയും എത്തിയിട്ടില്ല ഇപ്പോഴും ഞാൻ. ടീച്ചറിന്റെ ഹാൻഡ് റൈറ്റിങ്ങിന് അത്രയും ഭംഗി എന്റെ ഹാൻഡ് റൈറ്റിങ്ങിന് ഇപ്പോഴും ഇല്ല, അതെനിക്കറിയാം. പക്ഷെ ഇപ്പോഴും ആ ലക്ഷ്യം മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും അതൊക്കെ എന്നെ സ്വാധീനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ എനിക്ക് ഗുണം വരുന്ന തരത്തിൽ അതിനെ എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ചോക്കും ബോർഡും ഒക്കെ എന്നും ഇങ്ങനെ സഹചാരിയായിട്ടിരുന്ന ഒരാളാണ്. അപ്പോ അത് 2ാമത്തെ തരത്തിലുള്ള വായനയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലഘട്ടത്തിൽ. അത് ശരിക്കും സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്ന സമയത്ത് പോലും പിന്നെ ബോർഡും മാർക്കറും അല്ലെങ്കിൽ ബോർഡും ചോക്കും ഒക്കെ അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ശീലം ഒരിക്കലും മാറിയിട്ടില്ല എന്ന് വേണം പറയും. അങ്ങനെ 2 തരത്തിലുള്ള വായന എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് തുടരുന്നതും എന്ന് ഞാൻ പറയും. അപ്പൊ വായന ഞാൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്പെക്ട്രത്തിന്റെ
ആദ്യ പടി എന്നുള്ളത്. ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെ പല തരത്തിൽ വായിക്കാം, പല രീതികളിൽ വായിക്കാം, പല സമയങ്ങളിൽ വായിക്കാം. പലരും എന്നോട് ചോദിക്കാറുണ്ട് എത്ര മണിക്കൂറാണ് ഇരുന്ന് പഠിക്കുന്നത് എന്നൊക്കെയുള്ളത്. അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു കണക്കറിയില്ല എത്ര മണിക്കൂറാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് സിവിൽ സർവീസിന്റെ സമയത്ത് എന്നുള്ളത്. പക്ഷേ പല സമയങ്ങളിലും വായനയുടെ ഒരു എന്താ പറയാ, വായനയുടെ ഒരു ആസ്വാദനത്തിന്റെ മികവനുസരിച്ചായിരിക്കും എത്ര നേരമാണ് വായിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. അപ്പോ വായിക്കുന്ന കാര്യം പൂർണ്ണമായും ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു ഘടകം എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു എപ്പോഴും തുടരണം എന്നുള്ളത്. രണ്ടാമത്തേത് എത്ര നേരം വായിക്കുന്നു, എപ്പോ വായിക്കുന്നു, ഒറ്റയ്ക്കാണോ വായിക്കുന്നത്, എവിടെ ഇരുന്നാണോ വായിക്കുന്നത്, ആരുടെ കൂടെ വായിക്കുന്നു, ഇതൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടം. പക്ഷെ രണ്ടാമത്തെ ഒരു നിർബന്ധമായിട്ടും വേണ്ടുന്ന ഒരു ഘടകം എന്ന് ഞാൻ പറയുക ആസ്വദിച്ചുകൊണ്ട് വായിക്കുക. ചിലപ്പോൾ നമ്മൾ ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അത് നമുക്കതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ അനുഭവങ്ങളോ നമ്മുടെ മനോഭാവമോ ഒന്നും അതുമായി ചേർന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണില്ല. അങ്ങനെ അതുമായി ഇഴുകിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പുസ്തകം എടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു ഗ്രന്ഥകർത്താവിന്റെ അതേ വിഷയത്തിലുള്ള പുസ്തകം എടുക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആദ്യം ഞാൻ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ സിവിൽ സർവീസിന്റെ ആദ്യ തവണ ഞാൻ പരീക്ഷ എഴുതിയ സമയത്ത് ഏറ്റവും എനിക്ക് തോന്നുന്നു ഞാൻ അധികം ശ്രദ്ധ കൊടുക്കാതെ ആദ്യത്തെ പ്രിലിംസ് എഴുതിയത് എക്കണോമിക്സ് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു വിഷയമായിരുന്നു ആ സമയത്ത്. കാരണം നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ പ്രതലത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ശരിക്കും പഠിക്കുന്നുള്ളൂ. അതിനുശേഷം നേരെ പോയത് MBBS-ലേക്കാണ്. അപ്പൊ അവിടെയും ഹെൽത്ത് എക്കണോമിക്സിന്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതല്ലാതെ എക്കണോമിക്സുമായിട്ട് വലിയൊരു ബന്ധം പുലർത്തിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. ഇപ്പൊ സാധാരണ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായി, എങ്കിലും അതിലേക്കൊരു അതുമായി ഇഴുകിച്ചേരാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ അതിലേക്കൊരു ആകർഷണം തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ഞാൻ വെറുതെ വായിച്ചു പോയതും പഠിച്ചു പോയതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉള്ളിൽ കയറിയിട്ടില്ല എന്നും അത് അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്ക് പ്രാവർത്തികമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകാനുള്ള ശേഷി എനിക്ക് ആയിട്ടില്ല എന്ന്. അപ്പൊ അതിനുശേഷം ഒരു പക്ഷേ കുറച്ചധികം മാസങ്ങൾ, 3-4 മാസം ഞാൻ എക്കണോമിക്സിന്റെ സിലബസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കോ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. മറിച്ച് എക്കണോമിക്സ് എന്നുള്ള ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഞാൻ തൽപരയാവുക എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു. അപ്പൊ അതിന് അമർത്യ സെൻ മുതൽ ജഗദീഷ് ഭഗവതി മുതൽ ഉള്ള ലോകത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഇക്കോണമിസ്റ്റിന്റെ അനേകം പേർ ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറെ പുസ്തകങ്ങൾ എടുത്തു വെച്ച് വായിക്കാൻ തുടങ്ങി. അപ്പൊ അതെല്ലാം ഞാൻ അത് പുസ്തകം എടുക്കുമ്പോൾ തന്നെ ആളുകൾ എന്നോട് പറയുമായിരുന്നു, ഇതൊക്കെ വായിച്ചാൽ നിനക്ക് എന്ത് മനസ്സിലാവാനാ, ഒന്നും മനസ്സിലാവത്തില്ല എന്നുള്ളത്. അതെ, ഒന്നും മനസ്സിലാവുന്നില്ല, മനസ്സിലാക്കാനല്ല ഞാൻ പുസ്തകങ്ങൾ വായിച്ചത്. പക്ഷേ ആ ഒരു വിഷയത്തിന്റെ എത്രമാത്രമാണ് അതിന്റെ വ്യാപ്തി എന്നുള്ളത്, അതിന് എത്രമാത്രം തലങ്ങളുണ്ട് എന്നുള്ളത്, അതിനെ ഏതൊക്കെ രീതിയിൽ മനുഷ്യന് അതിന്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് എന്നുള്ളത് എത്രമാത്രമാണ് നമ്മുടെ രാജ്യത്തിലായാലും സമൂഹത്തിലായാലും ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള ഒരു എന്താ പറയാ, ഒരു ദൂരദർശിനി വെച്ച് ആ ഒരു വിഷയത്തെ കാണുന്നത് പോലത്തെ ഒരു അനുഭവമായിരുന്നു ശരിക്കും. അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ പലതും മനസ്സിലാവില്ലായിരുന്നു, പക്ഷെ വായന തുടർന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകൾ വന്ന് തിരിച്ചു വായിച്ചപ്പോൾ suddenly it made sense to me. Because I already knew what the subject is all about. അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അതിന്റെ ഒരു ലാർജർ പിക്ചർ എന്ന് നമ്മൾ പറയും, അത് ലഭിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിരുന്നു ആ ഒരു ഘട്ടത്തിൽ എന്നുള്ളത് ആദ്യത്തെ പ്രിലിംസ് എഴുതിയതിനു ശേഷമാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. അപ്പോ അത്തരത്തിലുള്ള അനുഭവങ്ങൾ വായനയുമായിട്ട് ബന്ധപ്പെടുത്തി അത്തരത്തിലുള്ള രസകരമായ അല്ലെങ്കിൽ ഒരു സ്വയം കണ്ടെത്തലിന്റെ ധാരാളം അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും തുടർന്നുള്ള സംവാദത്തിൽ കൂടുതൽ വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. അപ്പൊ വായന നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്പെക്ട്രത്തിന്റെ ഒരു ആദ്യ പടി, രണ്ടാമത്തെ പടി. അപ്പൊ ഇത് ശരിക്കും
നമുക്ക് വായന എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യഘട്ടത്തിൽ തന്നെയാണ്. അതായത് CSAT എന്ന് പറയുന്ന നമ്മുടെ പ്രിലിമിനറി എക്സാമിനാണ് ഏറ്റവും കൂടുതൽ. കാരണം അവിടെ ഒരു ദീർഘമായി എഴുതേണ്ടുന്ന ഒരു കാര്യമില്ല. നമ്മൾ വായിച്ച പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് വളരെ ശീഘ്രമായി ഉള്ളിൽ നമ്മൾ ഒന്ന് പ്രോസസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ ശരിക്കും പരീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ എഴുത്തു പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലിഖിതമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതൽ നമുക്ക് പരീക്ഷിക്കപ്പെടുന്നത് ആ പരീക്ഷയിലും. അപ്പം അവിടെ ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിന്റെ ഒരു രണ്ടാം ഘട്ടം അവിടെ ശരിക്കും വരികയാണ്. മൂന്നാം ഘട്ടത്തിൽ നമ്മുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ മുഖാമുഖമുള്ള ഒരു അനുഭവമാണ്. അവിടെ ഈ പറഞ്ഞ എല്ലാം ശരിക്കും പരീക്ഷിക്കപ്പെടുകയാണ്. നമ്മൾ വായിച്ചിട്ടുള്ളതും ജീവിച്ചിട്ടുള്ളതും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതും ഒപ്പം നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതും ഒക്കെ നമ്മൾ വാക്കാൽ എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പണന്റ് കൂടിയാണ്, ഒരു ഘടകം കൂടിയാണ്. അപ്പൊ എങ്ങനെയാണ് കുറച്ച് അജ്ഞാതരുടെ മുന്നിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു തയ്യാറെടുപ്പും അതിനു വേണ്ടിയിട്ട് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം അവിടെ വാക്കുകൾ മാത്രമല്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്ന ഇപ്പം നമ്മുടെ കൈകളായാലും നമ്മുടെ മുഖമായാലും കണ്ണായാലും ശരീരഭാഷ്യം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ മാറ്റിവെക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആശയവിനിമയത്തിന്റെ ഈ പറയുന്ന എല്ലാ കോണുകളിൽ നിന്ന് യഥാർത്ഥത്തിൽ സിവിൽ സർവീസസിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധാലുക്കളായിരിക്കേണ്ടുന്നതും ഒപ്പം അതെല്ലാം തന്നെ അനായാസേന കൈകാര്യം ചെയ്യാൻ ഒരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കേണ്ടുന്നതുമാണ്. അപ്പോ ഇത് സിവിൽ സർവീസിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഏതൊരു ഉദ്യോഗ മേഖലയിൽ കയറിയാലും ഏതൊരു കർമ്മമണ്ഡലത്തിലാണ് നമ്മൾ വസിക്കുന്നത് എന്നുണ്ടെങ്കിലും അവിടെ തഴച്ച് വളരുവാൻ തീർച്ചയായിട്ടും ഈ പറയുന്ന ഓരോ ഘടകവും നമുക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. അതിനൊക്കെ അടിസ്ഥാനമായി വരുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും വായന തന്നെയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇപ്പോൾ അടിവരെ ചേർക്കാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ നേരം സംസാരിക്കാം. ഒരു 10-15 മിനിറ്റ് കൂടെ ഇരിക്കാം. വായനയും സിവിൽ സർവീസും എന്ന വിഷയത്തിൽ നല്ലൊരു സെഷൻ തന്നെ മാം നയിക്കുകയുണ്ടായി. അതിൽ അധ്യാപക വിദ്യാർത്ഥികളായ നമ്മൾക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു ഉദാഹരണം മാം പറഞ്ഞു തരികയും ചെയ്തു. വളരെ സന്തോഷം മാം. അടുത്തതായി മാമിനോട് ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള സമയമാണ്. അതിനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മാം. എന്റെ പേര് ജോബ് എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സിവിൽ സർവീസിന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ബിപിൻ ചന്ദ്രയുടെ പുസ്തകങ്ങൾ അങ്ങനത്തെയുള്ള പുസ്തകങ്ങളാണ്. അപ്പോ ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് പലപ്പോഴും നമ്മളോട് പറഞ്ഞിപ്പോ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ലെഫ്റ്റ് ലീനിങ് ആണ് ബിപിൻ ചന്ദ്രയുടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൻസ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്തേക്ക് നമ്മളുടെ ഇന്റർപ്രിട്ടേഷനോടാണല്ലോ പൊതുവെ എഴുതേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പല പുസ്തകങ്ങൾ റെഫർ ചെയ്തതിന് ശേഷമാണോ ഇത്തരത്തിലുള്ള ചിന്തിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് എത്തേണ്ടത്? ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതപ്പെടുന്ന ഒരു രീതി ഉണ്ട്. അപ്പൊ മാമിന്റെ അഭിപ്രായം? പരീക്ഷയ്ക്ക് ഉത്തരങ്ങൾ എഴുതുന്നതിനെ കുറിച്ചാണോ ചോദിക്കുന്നത് ജോബ്? അതെ മാം, അതെ അതെ അതെ. ഓക്കെ, അതെ, തീർച്ചയായിട്ടും. നമുക്കിപ്പോ ഒരൊറ്റ പുസ്തകമോ അല്ലെങ്കിൽ ഒരൊറ്റ സെന്ററിലെ നോട്ട്സോ വെച്ചിട്ട് പരീക്ഷ എഴുതിയിട്ടുള്ള ശീലം എനിക്കില്ല. പക്ഷെ അങ്ങനെ എഴുതിയിട്ട് ജയിച്ചിട്ടുള്ള ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അതിനൊരു ബെയിലെടുത്തത്. പിന്നെ ഏത് പുസ്തകമാണ്, ഏത് രീതിയിലാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരൊറ്റ സൊല്യൂഷൻ ആയിട്ട് ഇല്ല എന്നുള്ളത്. പക്ഷെ പലരും നമുക്കറിയാവുന്നതുപോലെ പല കോച്ചിങ് സെന്റേഴ്സും ഒക്കെ കണ്ടിട്ടുള്ളതിൽ മുൻപ് ചെയ്തിട്ടുള്ള നോട്ട്സ് തന്നെ പലരും വായിച്ച് അത് മാത്രം വായിച്ച് പഠിച്ച് സിവിൽ സർവീസസ് എഴുതിയിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അത് ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. എനിക്ക് തോന്നുന്നു അത് ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ, പണ്ടൊക്കെ നമുക്ക് വി ഗൈഡ് ആയിരുന്നു, ആ സമയത്ത് ഗൈഡ് എന്ന് പറയുന്ന ഒരു അത് വായിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു കുറച്ചു നാളില്.
ടെക്സ്റ്റ് ബുക്ക് വായിച്ച് എന്റേതായിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കി എഴുതിയാലേ എനിക്ക് ശരിയാവത്തുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ശീലിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ, എനിക്കറിയില്ല, ചിലപ്പോ അതുകൊണ്ടായിരിക്കും ആദ്യ തവണ സിവിൽ സർവീസിൽ ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും ആദ്യത്തെ വർഷം ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടാത്തത്. എനിക്കറിയില്ല, അങ്ങനെ എന്നോട് പലരും പറയാറുണ്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. കാരണം സിവിൽ സർവീസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തിന്, അല്ലെങ്കിൽ എങ്ങനെയാണ് വിജയിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തിന് എന്റെ ഉത്തരം എന്തിനാണ് വിജയിക്കുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സ്വയം ആദ്യം കണ്ടെത്താനായിട്ട് സാധിക്കും. ഞാൻ എങ്ങനെയാണ് ഈ പരീക്ഷ വിജയിക്കുക എന്ന് സ്വയം നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നത് പോലെ തന്നെ അതിന് മുൻപ് എന്തിനാണ് ഞാൻ ഈ പരീക്ഷ വിജയിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് വിജയിക്കേണ്ടത് എന്നുള്ളത് സ്വയം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ ആരംഭിച്ചത് തന്നെ ബാക്കിയുള്ള പലരും ആരംഭിക്കുന്നതിനേക്കാൾ വൈകിട്ടായിരുന്നു. MBBS ഒക്കെ കഴിഞ്ഞ് PG കയറി ചെയ്യാൻ ശേഷമാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ. സോ ഫോർ മീ ഐ വാസ് നോട്ട് ഇൻ എ ഹറി ടു ബിഗിൻ വിത്ത്. എനിക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷം സർവീസ് വേണമെന്നോ അല്ലെങ്കിൽ സർവീസിൽ കയറിയാൽ ഞാൻ ചീഫ് സെക്രട്ടറി ആയിട്ടേ വിരമിക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള ഉന്നതമായിട്ടുള്ള ലക്ഷ്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. എനിക്ക് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ ദിനവും അതിന് എന്നെ കൊണ്ടാകുന്ന തരത്തിൽ അതിന് നീതി പുലർത്തണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. രണ്ട്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ പൂർണ്ണമായിട്ടും ആസ്വദിച്ച് ചെയ്യാം എന്നുള്ളതും എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജോബ് ഇപ്പൊ പറഞ്ഞതുപോലെ പല പുസ്തകങ്ങളും എടുത്തു വച്ച് വായിച്ച് അതിൽ നിന്നും പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കുറിപ്പുകളും നോട്ട്സും മറ്റേ പോസ്റ്റിറ്റും ടാഗും പോസ്റ്ററും മൈൻഡ് മാപ്സും എല്ലാം ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത്രയൊക്കെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. സോ മച്ച് സോ ദാറ്റ് ഞങ്ങൾ ശരിക്കും പിന്നെ ഈ പറഞ്ഞ നോട്ട്സ് എടുത്ത് ഫോട്ടോകോപ്പി എടുത്ത് പഠിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ശരിക്കും ഞാൻ MBBS കഴിഞ്ഞിട്ട് മെഡിക്കൽ സയൻസ് ആയിരുന്നു ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തത് സിവിൽ സർവീസസ്. അപ്പൊ ആ വർഷം ഞങ്ങൾ ഒരു 4 പേര് കേരളത്തിൽ നിന്നും ഡോക്ടർമാര് എഴുതുന്നുണ്ടായിരുന്നു പരീക്ഷ. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടെ ഇത് സിവിൽ സർവീസസ് എഴുതുമ്പോൾ മെഡിസിൻ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക എന്ന് പറയുന്ന ആ സമയത്ത് കുറച്ചൊരു റിസ്കി പ്രൊപ്പോസിഷൻ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അധികം പേര് അങ്ങനെ മെഡിക്കൽ സയൻസസ് ഐച്ഛിക വിഷയമായി എടുത്ത് വിജയിച്ചിട്ടില്ല എന്നും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഈ പറയുന്ന സ്രോതസ്സുകൾ മെറ്റീരിയൽ എന്നുള്ളത് വളരെ കുറച്ചാണ് ഉള്ളത്. മാർക്കറ്റിൽ അങ്ങനെ കിട്ടാറില്ലല്ലോ. അപ്പം ഞങ്ങൾ MBBS പഠിക്കുന്നത് വേറൊരു ഫോർമാറ്റിലാണ്. അപ്പൊ ഇതിനായിട്ട് അത് കിട്ടാറില്ല. അപ്പൊ കുറച്ച് പ്രയാസമായിരിക്കും എന്നൊക്കെയുള്ള ധാരണയാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടെ തീരുമാനിച്ചു അപ്പൊ ബാക്കി പല വിഷയങ്ങൾക്കും നമുക്ക് ഇത്തരം നോട്ട്സ് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടാറുണ്ട്. അപ്പൊ നമുക്ക് ശേഷം ഇനി വരുന്ന കുട്ടികൾക്ക് മെഡിക്കൽ സയൻസസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് നോട്ട്സ് നമുക്ക് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരിരുന്ന് ഈ സിലബസ് മൊത്തം ഇങ്ങനെ കീറിമുറിച്ച് വീതം വെച്ച് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നോട്ട്സ് ഉണ്ടാക്കി, ഒരു വലിയ സെറ്റ് നോട്ട്സ് ഉണ്ടാക്കി. പിന്നെ അത് കുറെ വർഷങ്ങൾക്ക് അത് പിന്നെ ഡൽഹിയിലും ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അറിയില്ല അത് സർക്കുലേഷനിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ഉണ്ടാക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തത്. ഞാൻ എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും വളരെ വിശദമായി കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുത്തു വരും. But I completely enjoy that process and I don't let anyone discourage me from that. Because ഒരു പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു അന്തിമ ലക്ഷ്യമല്ല. It's just a beginning of a new journey എന്നുള്ള ഒരു നിലയിൽ നമ്മൾ കാണേണ്ടതുള്ളൂ. നമ്മള് ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നു അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. കാരണം അതൊരു പുതിയ പ്രയാണത്തിന്റെ ആരംഭമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകുന്ന ഓരോ ഘടകവും വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ച് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ പല സോഴ്സുകളിൽ നിന്നും അതിന് വായിച്ച് നോട്ട്സ് ഉണ്ടാക്കി ചർച്ചകൾ നടത്തി ഒക്കെ
ചെയ്ത് പഠിച്ച് അപഗ്രഥിച്ച് സ്വന്തം അഭിപ്രായമൊക്കെ രൂപീകരിച്ച് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങളോടും ചെയ്യാനായിട്ട് പറയുക. ബട്ട് ഐ വുഡ്ന്റ് ഫോഴ്സ് എനിവൺ ടു ഡു. താങ്ക് യു മാം, താങ്ക് യു. മാം, എന്റെ പേര് ആര്യ എന്നാണ്. മാം, വായനയെ കുറിച്ചിട്ട് മാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വായന ആസ്വാദ്യമാണ്, പഠിക്കേണ്ട രീതിനെ ഒക്കെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മാറ്റുവാനും വായന വളരെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ മാം ഇപ്പോൾ ചെയ്യുന്ന പ്രൊഫഷണൽ ലൈഫിലായി കഴിഞ്ഞു കഴിഞ്ഞാലും മാം ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ കോവിഡ് ആയി കഴിഞ്ഞാലും ഓരോ പ്രൊജക്റ്റ് ഒക്കെ. അപ്പം ഈ ഒരു രീതിയെ മാം തന്നെ പറഞ്ഞു എൻജോയ് ആയിട്ട് അല്ലെങ്കിൽ സൗമ്യപരമായിട്ടും അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഇതേപോലെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് വായന വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടോ? ഇതിനും വായന ഒരു സ്വാധീന ഘടകമാണോ എന്നാണ് എന്റെ ചോദ്യം. നല്ല ചോദ്യമാണ് ആര്യ. ഞാന് തീർച്ചയായിട്ടും സ്വാധീനിച്ച് കാണും. പ്രത്യക്ഷമായ ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കുട്ടിക്കാലത്തൊക്കെ എനിക്ക് വായിക്കുക എന്ന് പറയുമ്പോൾ, അതായത് വായന എന്നുള്ള ഒരു പ്രതിഭാസത്തിന്റെ ഒരു പരിണാമം ഉണ്ടല്ലോ. നമ്മൾ വളരുന്ന മുറയ്ക്ക് നമ്മൾ വായിക്കുന്ന രീതിയും ശൈലിയും പുസ്തകങ്ങളും എല്ലാം മാറും. ഇപ്പൊ ഈ കുട്ടിക്കാലത്ത് എന്റെ വായന എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ള ഒരു വായനയാണ്. അതായത് ഇപ്പൊ വീട്ടില് വരുത്തുന്ന നമ്മുടെ മാഗസീനുകളായാലും പത്രമായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ നമ്മുടെ കുട്ടി പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ബാലരമ, പിന്നെ ചമ്പക്ക്, ഗോകുലം, അങ്ങനെയൊക്കെയുള്ള വളരെ സാധാരണക്കാരുടെ ഒരു വായന മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സാധാരണക്കാരുടെക്കാളും കുറവ് വായനയായിരുന്നു വേണമെങ്കിലും പറയാൻ സാധിക്കും. ആ ഒരു പ്രായത്തിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഒരു എനിബ്ലിറ്റൻ സീരീസ് പോലും ഞാൻ ആ കുട്ടിക്കാലത്തൊന്നും വായിച്ചിട്ടില്ല. ഫേമസ് 5 നാൻസി ഡ്രൂ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ വരുന്ന ബാക്കി കുട്ടികളൊക്കെ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പം ആ സമയത്ത് പോലും ഞാൻ അങ്ങനത്തെ പുസ്തകങ്ങളായിട്ട് എടുത്ത് വായിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഈ ചെറിയ ചെറിയ ലേഖനങ്ങൾ, ചെറിയ ചെറിയ കഥകൾ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഇപ്പൊ നീണ്ട നേരം വായനയിൽ ആണ്ടിരിക്കാനായിട്ട് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഒരു പക്ഷേ പഠിക്കാനുള്ള പുസ്തകങ്ങളല്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞ ആസ്വാദനത്തിന് മാത്രം വേണ്ടി വായിക്കുന്നത്, ഒരു ഫുൾ ബുക്ക് എടുത്ത് വെച്ചിട്ട് വായിച്ചു തീർക്കാനുള്ളൊരു ക്ഷമാശീലമൊന്നും എനിക്ക് കുട്ടിക്കാലത്തില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാനൊരു പുസ്തകം എടുത്ത് അത് വായിച്ചു തീർത്തതിന് ശേഷമേ താഴെ വെക്കുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ ഇരുന്ന് വായിച്ച ഒരു പുസ്തകം ചോക്കർ ബാലിയായിരുന്നു, രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു പുസ്തകം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും അധികം ആകർഷിച്ച 2 വ്യക്തിത്വം, ഒന്ന് സ്വാമി വിവേകാനന്ദനായിരുന്നു, 2 രവീന്ദ്രനാഥ് ടാഗോറായിരുന്നു. ആ ഒരു പ്രായത്തിൽ അപ്പൊ അവരുടെ ജീവിതങ്ങളെ കുറിച്ച് വായിക്കുവാനും അവരുടെ സൃഷ്ടികൾ വായിക്കുവാനും ഒക്കെ എവിടെ നിന്ന് അറിയാത്ത തരത്തിലുള്ള ഒരു ക്ഷമയും സാവകാശവും ഒക്കെ എനിക്ക് വന്നു തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ പറഞ്ഞ ആ ഒരു അത്രയും നേരം ശ്രദ്ധ തിരിക്കാതെ ഒരു കാര്യത്തിൽ നമ്മൾ അത്രയും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സാവകാശത്തോടു കൂടി വളരെ ഫോക്കസ്ഡ് ആയിട്ട് അത് ചെയ്യുക എന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. അപ്പോ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് കുറച്ചുകൂടെയൊക്കെ ഈസിലി ഡിസ്ട്രാക്റ്റബിൾ എന്ന് പറയില്ല, പല കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ട് നടക്കാൻ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അതിൽ നിന്നും കുറച്ചുകൂടെ ഒരു പക്വത എന്ന് വേണമെങ്കിൽ എന്നെ പറയാൻ സാധിക്കും. അതൊരു പക്ഷെ ആദ്യമായിട്ട് വന്നത് വായനയിലൂടെ തന്നെയാണ്, ആ വായനാശീലത്തിലൂടെ ആയിരുന്നു എന്ന് ഉറപ്പിച്ച് പറയുന്നത്. 2, നമ്മുടെ ചിന്തകളെ, ഇപ്പം വായന 2 രീതിയിൽ നമ്മളെ മാറ്റും എന്നാണ് ഞാൻ അനുഭവിച്ചത്, എന്റെ അനുഭവത്തിൽ പറയാൻ സാധിക്കുന്നത്. ഒന്ന്, നമ്മുടെ ശീലങ്ങളെ മാറ്റിമറിക്കുന്നു എന്നുള്ളത്. 2, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു. ശീലങ്ങൾ മാറ്റുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ തന്നത്, ആദ്യമായി അങ്ങനെ മാറ്റിയതിന്റെ ഒരു ഉദാഹരണം. ഇപ്പോഴും ശരിക്കും ഞാൻ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത്
അപ്പൊ വീട്ടിലിരുന്ന് വായിക്കുന്നത് വളരെ കുറവാണ്. എങ്കിലും ഇപ്പോഴും പുസ്തകം മടുക്കുമ്പോഴത്തേക്കും ശബരി ഇപ്പൊ ഉടനെ ഇങ്ങനെ പറഞ്ഞു, അവള് മനനം ചെയ്ത് തുടങ്ങും ഇപ്പൊ എന്ന് പറയുന്നത് കളിയാക്കിക്കൊണ്ട്. കാരണം പുസ്തകം എടുത്തു വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞാനത് ഏതെങ്കിലും ഒരു ഭാഗം വായിക്കുമ്പോൾ അതിങ്ങനെ എനിക്ക് ഭയങ്കര വിസ്മയിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം അതിൽ കാണും ഞാൻ. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ചിന്തയായി അത് മറ്റ് പല കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ബന്ധിപ്പിക്കാനായിട്ട് നോക്കും. പിന്നെ എന്റെ തലയിൽ അതിന്റെ ഒരു ലോകം ഇങ്ങനെ സൃഷ്ടിക്കുകയായിരിക്കും ചെയ്യുക. അതിങ്ങനെ മെഞ്ഞുകൊണ്ടിരിക്കും കുറച്ചു നേരം. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിലേക്ക് പോയി. ചിലപ്പം ഇപ്പോഴൊക്കെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ 1 or 2 പേജ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിൽക്കും. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ആ പുസ്തകം തിരിച്ചെടുക്കുന്നത് പോലെ. കാരണം ആ കിട്ടിയ ഒരു ആശയം എന്ന് പറയുന്നത് അത്രമാത്രം എന്താ നമ്മൾ ഗ്രിപ്പിംഗ് ആയിട്ടെന്ന് പറയത്തില്ല, അതിന്റെ ഇങ്ങനെ പിടിയിൽ ഞാൻ നിൽക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടിയിലിരുന്ന ഒരു ഒഫീഷ്യലായിട്ട് ഒരു യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഇവിടുന്ന് എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര എത്തുന്നതിന് മുൻപേ ഒരു മൊത്തം പുസ്തകം ഒരു 110 പേജുള്ള മൊത്തം പുസ്തകത്തിന്റെ 110 പേജ് അത് കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചില്ല. ആ പുസ്തകത്തിൽ നിന്ന് അത്രേ എനിക്ക് കിട്ടാനുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇവിടുന്ന് കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പേ 110 പേജ് ഞാൻ വായിച്ചു തീർക്കുകയും ചെയ്തു. അപ്പം അത് അങ്ങനെ പല പല തരങ്ങളിലുള്ള പുസ്തകങ്ങളെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് പുസ്തകങ്ങളാണ്. അത് തന്നെ പിന്നെ വ്യക്തികളിലേക്കും സന്ദർഭങ്ങളിലേക്കും ഒക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യാറുണ്ട്. ഈ എല്ലാവരെയും നമ്മള് ഒരേപോലെ അവര് നമ്മളോട് പ്രതികരിക്കുമെന്നും നമ്മൾ അവരോട് പ്രതികരിക്കണം എന്നും ഒക്കെയുള്ള നമ്മുടെ ഒരു മുൻവിധി ഇട്ടില്ല. ഞാനിപ്പോ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാവരും ഒരേപോലെ നോക്കണം, ഒരേപോലെ കാണണം, അല്ലെങ്കിൽ ഒരേപോലെ പ്രതികരിക്കണം എന്നൊക്കെയുള്ള കുറച്ച് ചെറിയ മുൻവിധികൾ നമുക്ക് പൊതുവെ മനുഷ്യർക്ക് ഉണ്ടാവാറുണ്ട്. നമ്മളെ എതിർക്കുന്ന വ്യക്തികളെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് എന്നൊക്കെയുള്ള കുറച്ച് ജീവിത പാഠങ്ങൾ ശരിക്കും എനിക്ക് തോന്നുന്നു പുസ്തകങ്ങളുടെ അതായത് കണ്ടന്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ കണ്ടന്റ് മാത്രം നമ്മളെ പഠിപ്പിക്കുന്നതല്ല. പക്ഷെ ആ പുസ്തക വായന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകുന്നത് കൊണ്ട് ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ മോള് ചോദിച്ച ചോദ്യത്തിന് എന്റെ ഉത്തരം വളഞ്ഞ വഴി കൂടാണ് ഞാൻ പറഞ്ഞെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പല പല വഴികളിലൂടെ ആ ഒരു പ്രവൃത്തിയിലൂടെയാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അതിന്റെ ഉള്ളടക്കത്തിലൂടെ എന്നുള്ളതിനേക്കാൾ വായിച്ച പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിലൂടെ എന്നുള്ളതിനേക്കാളും വായന എന്നുള്ള പ്രക്രിയയിലൂടെയാണ് എന്നെ ഞാനാക്കി മാറ്റിയത് എന്നാണ് ഞാൻ പറയുന്നത്. നമസ്കാരം മാം, എൻ്റെ പേര് അനഘ. ഇപ്പൊ വായനയിലെ ആസ്വാദനത്തിന്റെ പ്രാധാന്യം എത്രത്തോളാണെന്ന് മാം ഇപ്പൊ പറഞ്ഞല്ലോ. അതേക്കൂട്ട് എക്കണോമിക്സ് എങ്ങനെയാണ് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചെടുത്തത്. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴും പെട്ടെന്ന് നമുക്കൊരു വിരസതയൊക്കെ തോന്നത്തില്ലേ? അപ്പം IAS-നാണെങ്കിൽ ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ വായിക്കാനും ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ മാമിന് വിരസത തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്ത് മാമിന്റെ ട്രിക്ക് എന്തൊക്കെയായിരുന്നു? അതുകൊണ്ട് വർഷമൊക്കെ നമുക്ക് തെറ്റിപ്പോകാതൊക്കെ എങ്ങനെ അതിന്റെ ട്രിക്ക് ഒന്ന് വർഷങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യമായിരുന്നു. എല്ലാം എഴുതി പഠിക്കുക എന്നുള്ളതായിരുന്നു. എഴുതി പഠിക്കുക എന്നുള്ളതിൽ എഴുതി പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യുമ്പോഴും മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോഴും രണ്ട് രീതിയിലാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഭക്ഷണം പാചകം ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനൊന്ന് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒപ്പിച്ചു കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളും കഴിക്കും. എന്നാൽ ഗസ്റ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ വിശാലമായിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഒരു ഷീറ്റ് നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ചെറിയ തോതിലെങ്കിലും ഉണ്ടാവും പല കാര്യങ്ങളിൽ. അപ്പൊ അതുപോലെയാണ് ശരിക്കും പഠനം. എനിക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്. എനിക്ക് മാത്രം വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് അറിയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ അതങ്ങ് കണ്ണടച്ചു വിടാനായിട്ട് തോന്നാറുണ്ട്. പക്ഷെ വേറൊരാളെയാണ് ഞാൻ പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ തറവായിട്ട് അതെല്ലാം നോക്കി അതിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലോപങ്ങൾ വരാൻ സാധിക്കും എന്നുള്ളത് നോക്കി വളരെ വിശദമായിട്ട് അത് പഠിപ്പിക്കും എന്നാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. എന്റെ അനുഭവത്തിൽ നിന്നും പറയാൻ പറ്റുന്നത്. അപ്പൊ അതാണ് ഒരു ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ നമുക്ക് മറ്റൊരാളെ പഠിപ്പിക്കുക. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കൊച്ചുനാളിലെ അത് ഇമാജിനറി സ്റ്റുഡൻസ് ആയിരുന്നു. പിന്നീട് അത് ശരിക്കുള്ള വിദ്യാർത്ഥികളായി മാറി. അപ്പൊ നിങ്ങൾക്ക് ശരിക്കുള്ള വിദ്യാർത്ഥികളെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ തന്നെ നിങ്ങളും പഠിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അപേക്ഷ എന്നുള്ളത്. പക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും എഴുതി പഠിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഓർത്തിരിക്കാനും നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ കൂടുതൽ
എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ ഹിസ്റ്ററിയെ കുറിച്ച് ചോദിച്ചതിന് ഞാൻ ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു പുസ്തകം കാണിച്ചു തരാം. അപ്പൊ ഞാന് വിസിലിന്റെ വിഴിഞ്ഞത്ത് MD ആയി വന്നപ്പോ ഞാൻ ആദ്യം വാങ്ങിച്ച ഒരു പുസ്തകമാണ്. കാണാൻ പറ്റുന്നുണ്ടോ? അത് തിരിഞ്ഞാണ് അല്ലെ കാണുന്നത്? വായിക്കാൻ പറ്റുമോ? കാണാൻ ടീച്ചർ. അപ്പോ കോഡ്സ് ഓഫ് ദി ഏൻഷ്യന്റ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അല്പം വിലയൊക്കെ ഉള്ള ഒരു പുസ്തകമാണ്. പക്ഷെ പണ്ടത്തെ നമ്മുടെ ഈ മോഡേൺ ഇന്ത്യയും മിഡീവൽ ഇന്ത്യയും ഒക്കെ പോയിട്ട് അങ്ങ് ഏൻഷ്യന്റ് ഇന്ത്യയിലുള്ള ഉണ്ടായിരുന്ന പോർട്ടിനെയൊക്കെ കുറിച്ചുള്ള ചിത്രങ്ങളും ഡയഗ്രാംസും മാപ്സും ഒക്കെ വെച്ചിട്ട് വളരെ വിശദമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ശരിക്കും വളരെ കുറവാണ്. നമുക്ക് അങ്ങനെ തുറമുഖങ്ങളെ കുറിച്ച് മാത്രം നമ്മളിപ്പോ മാരിടൈം സെക്ടർ എന്ന് നോക്കിയാൽ ഇപ്പോഴത്തെ മാരിടൈം മാനേജ്മെന്റ്, മാരിടൈം ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമുക്ക് പുസ്തകങ്ങൾ കിട്ടും. പക്ഷെ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ വന്നിട്ട് ഇവിടെ ഓഫീസിൽ വാങ്ങിക്കുന്ന ആദ്യത്തെ പുസ്തകം ഇതാണ്. അപ്പം ഇവിടുത്തെ ആളുകളും എന്റെ സഹപ്രവർത്തകരും എന്നോട് പറഞ്ഞു ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു പുസ്തകം വാങ്ങിക്കണം എന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് തിരിച്ച് പറഞ്ഞൊരു കാര്യം, നമ്മളിപ്പോ ഇവിടെ നിർമ്മിക്കുന്ന ഈ തുറമുഖം എന്ന് പറയുന്നത് ശരിക്കും അത് ഒരു സാങ്കേതിക മികവിന്റെ ഒരു സ്തംഭം മാത്രമല്ല, അത് നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ ചരിത്രത്തിന്റെ ഒരു നാഴികക്കല്ലാണ്. ഒരു ജനതയുടെ ഒരു സ്വപ്നമാണ്. അത് നമ്മുടെ തലമുറയ്ക്ക് അത് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യം. പക്ഷേ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് നമ്മള് പിന്നെ തമിഴ് സംഘം ലിറ്ററേച്ചർ എടുത്ത് നോക്കിയാല് അതില് വിഴിഞ്ഞം ഈ ഭാഗത്തുള്ള തുറമുഖം ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള പരാമർശം സംഘം ലിറ്ററേച്ചർ എടുത്തു. അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് അതിനെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് പണ്ട് രാജേന്ദ്ര ചോള പട്ടണം എന്നായിരുന്നു വിഴിഞ്ഞത്തിന്റെ പേര്. അതായത് ചോളാസ്, പിന്നെ ചോളാസ്, ചേരാസ്, പാണ്ഡ്യാസിനൊക്കെ കുറിച്ച് നിങ്ങളും പഠിച്ചതാണ്. അപ്പൊ അവരുടെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന ഈ ഒരു മേഖലയും ഈ ഹാർബറും ഈ തുറമുഖവും കൈക്കലാക്കുക എന്ന് പറയുന്നത് യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. അപ്പൊ ഈ ഒരു തുറമുഖത്തിന് വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ പണ്ട് ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ഇനി മോഡേൺ ഹിസ്റ്ററിയിലേക്ക് വന്നാൽ, ഇത് ഞാനിപ്പോ ഏൻഷ്യന്റ് മിഡീവലിന്റെ ഓരോ ഉദാഹരണമാണ് പറഞ്ഞത്. മോഡേൺ ഹിസ്റ്ററിയിലേക്ക് വന്നാൽ പോലും തിരുവിതാംകൂർ രാജഭരണ കാലഘട്ടത്തിൽ, അത് കഴിഞ്ഞ് CP രാമസ്വാമി അയ്യർ ഇവിടെ വന്ന സമയത്ത്, രാജാ കേശവദാസും CP രാമസ്വാമി അയ്യർ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ എന്നുള്ളത് എത്രമാത്രം അത് കാരണം ഈ ഒരു ദേശത്തിന് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേഖകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു തുറമുഖം ഉണ്ടാക്കാൻ, തുറമുഖം മാത്രമല്ല, യുദ്ധങ്ങൾ വരുമ്പോൾ ശരിക്കും അവിടെ നിന്നും നമ്മുടെ വെള്ളായണിയിലേക്കുള്ള ഒരു ഭാഗം, അതായത് വിഴിഞ്ഞം കടപ്പുറത്തിൽ നിന്നും ഇവിടെയുള്ള ഒരു നദിയിലേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് തുരങ്കം പോലും, ഒരു അണ്ടർഗ്രൗണ്ട് കനാല് പോലും ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കനാലിൽ നിന്നും ടണലിൽ നിന്നും അതിന് പറയാൻ സാധിക്കും. കാരണം അത് പ്ലാൻ ചെയ്തിരുന്നത് ജലസേചനത്തിന് വേണ്ടിയിട്ടല്ലായിരുന്നു. യുദ്ധം വരുമ്പോൾ കയറി ഒളിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഒളിച്ച് അതുവഴി നദിയിലൂടെ പുറത്തേക്ക് ഇറങ്ങുവാനായിരുന്നു അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന്. അപ്പൊ ആ സ്ഥലത്താണ് ഇന്നിപ്പോ ഞങ്ങൾ കടലിൽ നിന്നും കരയുണ്ടാക്കിയെടുത്ത് അവിടെ ഈ ബർത്തുകൾ ഉണ്ടാക്കി ഇത്രയും വലിയ മദർഷിപ്പ് അവിടെ നങ്കുരം എടുത്തു എന്നൊക്കെ പറയുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിന്റെ ഒരു മടിത്തട്ടിലാണ് ഞാൻ അവിടെ പോയി നിൽക്കുന്നത്. അപ്പൊ ഇത് അനേകം വർഷങ്ങളായിട്ട് ഒരുപാട് വ്യക്തികൾ, നമ്മുടെ പിൻഗാമികളായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ കണ്ടിരുന്ന ഒരു സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിന്റെ ഒരു തുടർച്ച, അവരുടെ ആ ഒരു കന്ധങ്ങളിൽ കയറി നിന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും ശരിക്കും ചെയ്യാൻ പറ്റുന്നത്. നമ്മള് അവരുടെ കന്ധങ്ങളിൽ കയറി നിൽക്കുമ്പോൾ
നമുക്ക് അത്രയും ദൂരത്തിൽ ലോകത്തിനെയും ഭാവിയെയും കാണാൻ സാധിക്കും. അപ്പൊ അതാണ് ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം. ദാറ്റ്സ് ദാറ്റ് എലിവേറ്റഡ് പ്ലാറ്റ്ഫോം, ഷോൾഡേഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ചരിത്രത്തിന്റെ കന്ധങ്ങളിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ ഭാവിയെ കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ചരിത്രം പഠിക്കേണ്ടത്. അത് ഓരോ കാര്യത്തിലും നമ്മൾ എടുത്തു നോക്കിയാൽ, ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് ഫ്ലഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു ഓപ്പറേഷൻ നമ്മൾ ആരംഭിച്ചപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അത് ആരംഭിക്കുന്ന കാലഘട്ടത്തും പണ്ട് തിരുവനന്തപുരം സിറ്റി പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം പ്ലാൻ ചെയ്തിരുന്നത് എന്നുള്ളതിന്റെ മാപ്പുകൾ സഹിതം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് ക്ലൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ശരി, അപ്പൊ അങ്ങനെ അനവധി നമ്മൾ ഏതൊരു വിഷയം ചെയ്യുകയാണെങ്കിലും ശരിക്കും ഏതെങ്കിലും തരത്തിൽ അത് ചരിത്രവുമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കും. നമ്മളിപ്പോ ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഒരിക്കലും തുറമുഖം നിർമ്മിക്കുന്നത്. അപ്പൊ അതിനെ ഇന്നത്തെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട്, ഇന്നത്തെ നമ്മുടെ ഒരു നേട്ടം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം അങ്ങ് വിസ്മരിക്കാം. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ബട്ട് ദാറ്റ്സ് നെവർ റൈറ്റ്. ഇങ്ങനെ ഒരു സാധ്യത ഉള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ ചരിത്രമായിരുന്നു, നമ്മുടെ മുൻഗാമികളായിരുന്നു. അപ്പോ അത് എപ്പോഴും ആദരപൂർവ്വം നോക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലേക്ക് എന്നെ ആകർഷിക്കുക. And of course, I generally feel that it enables me to look much farther into the future when I know what the past was. Hope that helps. താങ്ക് യു മാം. ഗുഡ് ഈവനിങ് മാം. എന്റെ പേര് ആര്യയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ IAS പഠന കാലയളവിൽ മാമിന് എന്തെങ്കിലും നെഗറ്റീവായി തോന്നി അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം തോന്നി എന്തെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഓവർകം ചെയ്തത്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് വിഷമം. ഓവർകം ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ചെറുതും വലുതായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവും. അതാണ് വേറൊരു കാര്യം. ഇപ്പൊ സിവിൽ സർവീസിൽ നമ്മൾ പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്കത് ഒരൊറ്റ ദിവസത്തെ ഒരു പ്രക്രിയയല്ല, ഒരൊറ്റ പരീക്ഷയല്ല. നമ്മുടെ എൻട്രൻസ് പരീക്ഷയൊക്കെ പോലെ 1-2 ദിവസങ്ങൾ നമ്മൾ പോയി പെർഫോം ചെയ്ത് തിരിച്ചു വന്നെന്നുണ്ടെങ്കിൽ അത് തീർന്നു എന്ന് പറയാനാകും. ശരിക്കും ഇത് ഈ മൊത്തം പ്രക്രിയ എന്ന് പറയുന്നത് ഏകദേശം 1 വർഷം എടുക്കും. അതായത് 3 പരീക്ഷകൾ, 3 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന പരീക്ഷകൾ, അവ തമ്മിലുള്ള ഇടവേളകൾ, അവയിൽ തന്നെ പല പല പേപ്പറുകൾ, ഇത് കൂടാതെ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാലഘട്ടം. അപ്പോ നമ്മള് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പോകുന്നു എന്ന് തീരുമാനിക്കുന്ന ദിവസം മുതൽ, അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ എഴുതിയിരുന്ന നിമിഷം മുതൽ റിസൾട്ട് വരുന്ന നിമിഷം വരെ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് നിയർലി 1 year അറ്റ് ദ മിനിമം. അപ്പോ ഈ അതിന് മുൻപും പിൻപും ഒക്കെ എന്തായാലും ഈ ഒരു സമയത്തെങ്കിലും നമ്മുടെ ഒരു ഊർജം നിലനിർത്തണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടായി. But it is impossible for a human being to feel exactly the same on every single day in 1 year, right? ഇപ്പൊ ചില ദിവസം രാവിലെ എണീക്കുമ്പോ ഒന്നും പഠിക്കാൻ തോന്നില്ല, കട്ടിൽ നിന്ന് എണീക്കാനേ തോന്നില്ല, അടി പിടിച്ച് വീട്ടിലിരിക്കാൻ തോന്നും, ക്ലാസ്സിൽ പോകാൻ തോന്നില്ല, പുസ്തകം എടുക്കാൻ തോന്നില്ല, പുസ്തകം എടുത്താൽ ഉറക്കം വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ തോന്നും, അങ്ങനെ അല്ലെങ്കിൽ തലവേദന വരും, എന്തെങ്കിലും പ്രശ്നം വന്നുകൊണ്ടിരിക്കും. ചിലപ്പോ രാവിലെ എണീക്കുമ്പോ ഒരു വലിയ ലക്ഷ്യമായിരിക്കും മുന്നിൽ വെച്ചേക്കുക, ഇന്ന് ഞാൻ ഇത്രയും പോർഷൻ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തലേ ദിവസം രാത്രി കിടക്കുക. പക്ഷെ രാവിലെ എണീക്കുമ്പോ ഒന്നും ചെയ്യാൻ തോന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദിവസങ്ങൾ ഉണ്ടാകും ഇതിന്റെ ഇടയിൽ. നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മൂഡിന്റെ ടിപ്സ് ഇഷ്ടംപോലെ അത് എത്രയാണ് ഉണ്ടാവുക എന്നുള്ളതൊന്നും പറയാനല്ല, അത് ഓരോ വ്യക്തി അനുസരിച്ചിരിക്കും. അത് ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അല്ലാതെ വലിയ വിഷമങ്ങളും ചിലപ്പോൾ ഉണ്ടാവും. ഇതിനെ മാത്രം, അതായത് ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ മറ്റ് സാന്ദർഭികമായിട്ടുള്ള വെല്ലുവിളികളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അല്ലാതെ ഇത് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും തന്നെ അല്ലാതെ എല്ലാ വലിയ വിഷമങ്ങളും ഉണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതൊന്നും അല്ലാതെ നമ്മൾ പരീക്ഷ എഴുതിയിട്ട് നമുക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള റാങ്ക് കിട്ടിയില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവും, ഒരു പരാജയം എന്നത്. അപ്പൊ ഏറ്റവും പ്രയാസകരം ഇത് രണ്ടും എനിക്കുണ്ടായിരുന്നു.
ഒന്ന് പരാജയം നേരിട്ടിട്ടുണ്ട്. അപ്പൊ ആ പരാജയം നേരിട്ട സമയത്ത് എങ്ങനെയാണ് ഇനിയും ഇതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം പകർന്നത് എന്റെ അധ്യാപകര് തന്നെയാണ്. എന്നെ കൊണ്ടാകും, നീ അത് ചെയ്യണം എന്നുള്ളത് വളരെ എന്താ പറയുക ഒരു ആഠ്യത്വത്തോടു കൂടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഐ ഡിഡ്ന്റ് ഹാവ് ടു റീതിങ്ക്. ആ ഒരു ഡിസിഷൻ എനിക്ക് വേണ്ടിയിട്ട് എന്റെ അധ്യാപകരായിരുന്നു എടുത്തത്. അതായത് ആദ്യം പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് 139ാമത്തെ റാങ്ക് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് IRS ആയിരുന്നു ജോയിൻ ചെയ്തത്. അപ്പൊ തിരിച്ച് ഒന്നുകൂടെ പരീക്ഷ എഴുതണം, IAS വരണം എന്ന് ഉള്ളുകൊണ്ട് ഭയങ്കര മോഹമുണ്ട്. എന്നാലും ഞാൻ എന്റെ പൂർണ്ണ ആത്മാർത്ഥതയോട് കൂടിയാണ് പരീക്ഷ എഴുതിയതും ആ റാങ്ക് കിട്ടിയതും ഒക്കെ ആ വർഷം. അപ്പൊ അതിനുശേഷം ഒന്നുകൂടി ഇത് മൊത്തം ഇരുന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ ചക്രം എല്ലാം ഒന്നേന്നിരുന്ന് തിരിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വേദന മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതോ IRS തന്നെ അങ്ങ് ഇരിക്കണോ, അതോ പിന്നെ തിരിച്ച് MBBS ഡോക്ടറായിട്ട് അങ്ങ് പോകണോ, എന്താ വേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് കലഹങ്ങൾ ഇങ്ങനെ ഉള്ളില് നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വളരെ വ്യക്തമായിട്ട് ആ തീരുമാനമെടുത്തത് എന്റെ അധ്യാപകര് തന്നെയായിരുന്നു. പൗപോൾ സാറും ശ്രീനിവാസൻ സാറും അലക്സാണ്ടർ സാറും ഒക്കെ തന്നെ ഇല്ല ദിവ്യ എന്തായാലും പരീക്ഷ എഴുതണം, ദിവ്യ KS കിട്ടും എന്ന് ഉറപ്പിച്ചു പറയുക. അതൊന്നും ഞാൻ അംഗീകരിക്കുകയും ചെയ്തുള്ളൂ ശരിക്കും. അപ്പോ അത് ഒരു മെത്തേഡാണ് ദാറ്റ് യു കംപ്ലീറ്റ്ലി റിലൈ അപ്പോൺ സംബഡി എൽസ് എന്നുള്ളത്. പക്ഷെ ആ സംബഡി എൽസ് ഹാസ് ടു ബി എന്താ പറയാ അത്ര വിശ്വസ്തരായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കെൽപ്പില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം. ഇത് പൊതുവെ ആരും തരുന്ന ഉപദേശമല്ല. സ്വന്തം കാര്യം സ്വയം തീരുമാനമെടുക്കണം, വളരെ സ്വതന്ത്രയായി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നാലേ നമ്മൾ എംപവേർഡ് ആവത്തുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും പറയാറുള്ളത്. പക്ഷെ എപ്പോഴൊന്നും അത് സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനത് തുറന്നു പറയുന്നത്. പലരെയും ആശ്രയിച്ച് മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനാകൂ. അത് ആശ്രയിക്കുന്നത് നമ്മൾ ചിലപ്പോൾ പുറത്തു പറയില്ലായിരിക്കും, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻസ് ആയിരിക്കും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് പുറമേ നിന്ന് കാണുന്നവർക്ക് അത് ഞാൻ തന്നെ ചെയ്തു എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം എടുത്തത് അവർ തന്നെയാണ്. ഞാൻ വീണ്ടും പരീക്ഷ എഴുതണം എന്നുള്ളത്. ആ വിഷമത്തെ ഓവർകം ചെയ്യാനായിട്ട് എന്നെ ഓരോ ദിവസവും ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് പ്രോത്സാഹിപ്പിച്ച് എന്നെ കൂടുതൽ ഒരു ഡ്രൈവ് ഉള്ളിൽ നിന്നും എനിക്ക് തന്നു അവരെന്നെയാണ്. അത് ഈ പറഞ്ഞ വലിയ വിഷമത്തിന്റെ കാര്യമെങ്കിൽ പരാജയത്തിന്റെ കാര്യം. ഞാൻ ആദ്യം പറഞ്ഞ ചെറിയ ചെറിയ ഡെയിലി ഡിപ്സ് ഉണ്ടല്ലോ, അത് that is actually the most difficult challenge that a civil services aspirant would ever face. അത് മറ്റു പരീക്ഷകൾക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നവുമാണ്. കാരണം നമ്മൾ ഇത്രയും കാലം ഈ ഒരേ മോഡിൽ പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ആൻഡ് നമുക്ക് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഇപ്പൊ കുടുംബത്തിൽ ഒരു കല്യാണം വരും, അവിടെ പോയി നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുമോ ഇല്ലയോ, ആ സമയത്ത് ഉള്ളിൽ ഒരു ഗിൽറ്റ് ഫാക്ടർ വരും. അടുത്തൊരു സിനിമയ്ക്ക് പോകണോ വേണ്ടയോ, ആ സമയത്ത് ഒരു ഗിൽറ്റ് ഫാക്ടർ വരും. കൂടെയുള്ളവർ കുറെ പേര് ഡൽഹിയിലായിരിക്കും, ഇനി നമ്മൾ അവിടെ പോയില്ല എന്നുള്ളത് കൊണ്ട് അത് തെറ്റാണോ എന്നുള്ള നമ്മൾ തന്നെ സ്വയം സംശയിക്കുന്ന കുറെ സമയം വരും. ഇതൊന്നും ഇല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അകാരണമായി ഇന്ന് അലസതയാണ്, ഇന്ന് എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറയുന്ന സമയങ്ങളും വരും. അപ്പോ ഇതെല്ലാം ഒന്ന് തരണം ചെയ്തു പോവുക, ഇത് ആവർത്തിച്ചത് തരണം ചെയ്തു പോകുക. ഇതൊക്കെ ഒരു പ്രാവശ്യം മറികടക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് അനുദിനം അല്ലെങ്കിൽ ആവർത്തിച്ച് ഈ 1 വർഷമോ 2 വർഷമോ കാലം ഇത് തരണം ചെയ്ത് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പൊ ആ ഒരു വെല്ലുവിളിയെ മറികടക്കാൻ പല പല ഘടകങ്ങളുണ്ട്. ബട്ട് ഐ വുഡ് ജനറലി കോൾ ഇറ്റ് ഹാവ് എ സോളിഡ് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത്. അത് വ്യക്തികളാകാം, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അധ്യാപകരാകാം, നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, നിങ്ങളുടെ സ്റ്റഡി സർക്കിൾ ആകാം, നിങ്ങളുടെ കുടുംബമാകാം, നിങ്ങളുടെ പാർട്ട്ണർ ആകാം. ഇനി ഈ വ്യക്തികളൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങളാകാം, അല്ലെങ്കിൽ ദൈവവിശ്വാസമാകാം, ഏതെങ്കിലും തരത്തിലുള്ള ശീലങ്ങളാകാം. ഇപ്പൊ ഞാൻ ഈ സിവിൽ സർവീസ് ലഭിക്കുന്ന ആ വർഷം, അതായത് IRS കിട്ടി പിന്നെ ലീവ് എടുത്ത് വന്ന് പഠിക്കുന്ന ആ ഒരു വർഷം, ഞാൻ എല്ലാ ദിവസവും ആ സമയത്തൊക്കെ നമുക്ക് ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു നാട്ടില്. അപ്പൊ വൈകുന്നേരം ലോഡ് ഷെഡിങ് വരുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിലുള്ള എല്ലാ കുട്ടികളെയും വിളിച്ചിരുത്തി യോഗ ക്ലാസ് എടുക്കുമായിരുന്നു ഞാൻ. അപ്പൊ ആ ഒരു അരമണിക്കൂർ ലോഡ് ഷെഡിങ്, അരമണിക്കൂർ 1 മണിക്കൂർ ഇതായിരുന്നു. അപ്പൊ ആ ലോഡ് ഷെഡിങ് സമയത്ത് ഈ നമ്മുടെ ചെറിയ വിളക്കുകളൊക്കെ അവിടെ വെച്ചിട്ട് എല്ലാവരും അവിടെ വന്നിരുന്ന് യോഗ ക്ലാസ്സിന് വരുന്ന കുട്ടികൾ എല്ലാവരും വന്ന് ഒരു 10-20 കുട്ടികളെങ്കിലും വരുമായിരുന്നു.
അപ്പൊ എല്ലാവർക്കും വരുന്ന യോഗ ക്ലാസ് എടുക്കുമായിരുന്നു. ആദ്യം ബ്രീതിങ്ങും അതിനുശേഷം കുറച്ച് ആസനാസം എല്ലാം അതും ഇരുട്ടിൽ ഈ അരണ്ട വെളിച്ചത്തിൽ വെളുക്കിന്റെ വെളിച്ചത്തിൽ മാത്രം. അപ്പൊ ഒരു പ്രത്യേക ഫീലുമാണ്. പിന്നെ ഇത്രയും ആളുകൾ ഒത്തുചേരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഊർജ്ജമുണ്ട്. അത്രയും വ്യക്തികൾ സമാധാനപൂർവ്വം നല്ല മനസ്സോടുകൂടി നല്ല ചിന്തയോടുകൂടി ഒത്തുചേരുക എന്ന് പറയുന്നത്, സത്സംഗം എന്ന് പറയുന്നത് അത് ഒരു വലിയൊരു ഊർജ്ജമായിരുന്നു എനിക്ക്. അപ്പൊ ആ ഒരു വർഷം ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പൊ ഈ കറണ്ട് ഇല്ലാത്ത സമയം പഠിക്കുന്നില്ലല്ലോ, പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധവും മനസ്സിലുണ്ട്. അപ്പൊ അതിനെ കൂടെ തരണം ചെയ്യാനായിരുന്നു ഇത് ചെയ്തത്. അപ്പൊ അങ്ങനെ ചിലർക്ക് അതിപ്പോ പ്രകൃതിയായിരിക്കാം, ചിലർക്കത് ഭക്ഷണമായിരിക്കാം, ചിലർക്കത് സാഹിത്യമായിരിക്കാം, ചിലർക്ക് സംഗീതമായിരിക്കാം, ചിലർക്ക് ഇതെല്ലാമായിരിക്കാം. ഇതെല്ലാം കൂടിയുള്ള ഒരു മിശ്രിതമായിരിക്കും. ബട്ട് യു വിൽ ഓൾവേസ് ഹാവ് ടു ഫൈൻഡ് സംതിങ് എൽസ് ടു ഹാർപ്പ് ഓൺ ടു ലാച്ച് ഓൺ ടു അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ആൻഡ് for me, I was very flexible and very lenient towards myself. ഞാൻ ഒരിക്കലും എന്നോട് വളരെ കർശനമായിട്ട് ഇല്ല നിനക്ക് പഠിക്കാൻ തോന്നിയില്ലെങ്കിലും ഇരുന്നത് പഠിച്ചേ പറ്റൂ എന്നിങ്ങനെ എന്നെ ഒരു കൂട്ടിലടച്ച കിളിയെ പോലെ ഇരുത്തി ഞാൻ അച്ചടക്കം പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കൂടുതൽ എൻ്റെ മനസ്സിന്റെ എന്താ പറയാ പ്രയാണത്തിനൊത്ത് സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇന്ന് പഠിക്കാൻ തോന്നുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയം ഞാനൊരു ബ്രേക്ക് എടുത്തു. ഒരു ഇടവേള എടുത്തതിന് ശേഷം പഠിക്കുന്ന സമയത്ത് ശരിക്കും പഠിക്കാൻ എടുത്തതിന്റെ ഇരട്ടി പഠിക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു ഇടവേളയിൽ പൂർണ്ണമായിട്ടും ഊർജ്ജസ്വലയായി തിരിച്ചു വരിക എന്നുള്ളതായിരിക്കും എന്റെ ഒരു ടെക്നിക്ക് എന്നുള്ളത്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയൊക്കെ ഒരു മിക്സ് ആൻഡ് മാച്ചിൽ അതെല്ലാം തരണം ചെയ്ത് പോകും. ഓക്കെ, മാമിന്റെ സമയപരിധി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ യോഗത്തിന് അല്ലെങ്കിൽ ഇതിന് നന്ദി പറയുന്നതിനായി വിദ്യാർത്ഥി പ്രതിനിധിയായ ജോബിനെ ക്ഷണിക്കുന്നു. നമസ്കാരം മാം. എന്താ പറയുക എന്ന് വെച്ചാല്, കാരണം മാം ഇപ്പോ വളരെ തിരക്ക് പിടിച്ച ഒരു പൊസിഷനിൽ നിൽക്കാന്ന് പറയാം. കാരണം കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര തിരക്കുണ്ട്. ഞങ്ങൾ വിളിക്കുന്ന സമയത്തൊക്കെ മാം, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം നീക്കി വെച്ചാൽ ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹവും ഉണ്ട്. എപ്പോഴും മാമിനെ കാണുന്ന സമയത്ത് ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഒരു വേദിയിലും മാമിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ അത്രയും പ്രസ്റ്റീജിയസ് അല്ല, അത്രയും എഫേർട്ട് എടുത്ത് നിൽക്കേണ്ട വിഴിഞ്ഞം പ്രൊജക്ടിന്റെ ഉദ്ഘാടന വേളയിൽ പോലും മാം പ്രസംഗിക്കുന്ന സമയത്താണെങ്കിൽ ഈ ചിരി എപ്പോഴും മാമിന്റെ മുഖത്തുണ്ട്. എപ്പോഴും എത്ര ഇതാണെന്ന് പറഞ്ഞാൽ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച മാമിനോടുള്ള ഹൃദയത്തിന്റെ ഭാഷയിൽ എൻ്റെ പേരിലും കോളേജിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാമിന് എല്ലാ പിന്തുണയും നൽകുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി മാം, നന്ദി. Thank you so much for being such a wonderful audience. നിങ്ങൾ എല്ലാവരും തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ പരസ്പരം സത്യസന്ധമായി അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ വളർച്ചയ്ക്ക് എന്നും ഒപ്പം ഈ കൂട്ടായ്മയിൽ ഒപ്പം ഉണ്ടാവുക എന്ന് മാത്രം പറയുകയാണ്. ഇന്നിപ്പോ 6 വരെ എല്ലാവരും ഇരുന്നു. അതിലും ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് നേരിട്ട് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു മാം.